നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരിക്കും സ്വന്തമായി ഒരു വീട് പണിയുക എന്നത്. ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അതിന് വേണ്ടി വരുന്ന സാമ്പത്തികം തന്നെയാണ് വില്ലൻ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ തലപൊക്കി. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം പൂവണിയാത്തവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ PMAY അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ വീഡിയോ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയെ കുറിച്ചുള്ളതാണ്. PMAY പദ്ധതിയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളും പുതിയ അപ്ഡേറ്റ്സുകളും ഒക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഈ പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷ നൽകാം? ആർക്കൊക്കെയാണ് മുൻഗണന ലഭിക്കുക? ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക? എത്ര രൂപ വരെ ലഭിക്കും? അത് എങ്ങനെ ലഭിക്കും? ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുകയാണ് ഈ വീഡിയോയിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷൻ ഇടത്തോട്ട് വലിച്ച് ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യം PMAY അഥവാ പ്രധാനമന്ത്രി ആവാസ് യോജന എന്താണെന്ന് ലളിതമായി മനസ്സിലാക്കാം. എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് PMAY. ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി വീടില്ലാത്ത അല്ലെങ്കിൽ സുരക്ഷിതമായ വീടില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ചേർത്ത് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് PMAY ഗ്രാമീൺ. മുൻപ് ഇത് ഇന്ദിരാ ആവാസ് യോജന എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാക്കി മാറ്റുകയായിരുന്നു. വീട് വയ്ക്കാൻ പണമില്ലാത്തതിനാൽ കുടിലുകളിൽ താമസിക്കുന്നവർക്കും വീടില്ലാത്തവർക്കും സുരക്ഷിതമായി വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനോടൊപ്പം തന്നെ കേരളത്തിലും നിരവധി കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ വീട് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ ഇപ്പോൾ ബെനിഫിഷ്യറി വെരിഫിക്കേഷൻ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. അതായത് ഫേക്ക് ആയിട്ടുള്ള അപേക്ഷകൾ, പൊരുത്തപ്പെടാത്ത വരുമാനം കൊടുത്തിട്ടുള്ളവർ, ആൾറെഡി ഒരു നല്ല വീടുള്ളവർ തുടങ്ങിയവരൊക്കെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീട് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും ഇപ്പോൾ ജിയോ ടാഗിംഗ് വഴിയാണ് പരിശോധിക്കുന്നത്. അതിനാൽ ഫൗണ്ടേഷൻ, ചുമർ, റൂഫിംഗ് എല്ലാം ഒഫീഷ്യൽ വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ലഭിക്കുകയുള്ളൂ. പല സംസ്ഥാനങ്ങളും പുതിയ സർക്കാരുകൾ വന്ന സാഹചര്യത്തിൽ പുതിയ ഹൗസിംഗ് സർവേ നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ബഹുമാനപ്പെട്ട VD സതീശൻ അവറുകളുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റ സാഹചര്യത്തിൽ ലൈഫ് ഭവന പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷാ നടപടികൾ ഉണ്ടാകുമോ, പുതിയ PMAY സർവേ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഉറ്റുനോക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തതായി എങ്ങനെയാണ് പണം ലഭിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ DBT അഥവാ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത് എന്നതിനാൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം. മൊബൈൽ നമ്പറിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. ഇനി ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിലിറ്റി ഉള്ളതെന്ന് നോക്കാം. വീടില്ലാത്ത കുടുംബങ്ങൾ, മൺചുമര് കൊണ്ടുണ്ടാക്കിയ വീടുകളിൽ താമസിക്കുന്നവർ, SC/ST കുടുംബങ്ങൾ, ഡെയിലി വേജസ് തൊഴിലാളികൾ, വിധവകൾ, വികലാംഗരുള്ള കുടുംബങ്ങൾ, BPL കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ എന്നിവർക്കെല്ലാം മുൻഗണന ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകൾക്ക് മുൻഗണനയുള്ളതിനാൽ ഭാര്യയുടെയോ അമ്മയുടെയോ പേരിലാണ് പ്രോപ്പർട്ടി എങ്കിൽ കൂടുതൽ പ്രയോറിറ്റി ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഇനി പറയുന്നത്. അതിനായി PMAYGയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറുക. ശേഷം മുകളിലായി കാണുന്ന 3 വരെയുള്ള മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ ഓപ്ഷനുകൾ വരും. അതിൽ അടിയിലായി കാണുന്ന Am I eligible എന്നതിൽ സ്പർശിക്കുക. അപ്പോൾ yes or no കൊടുക്കാനുള്ള ചോദ്യങ്ങൾ കാണാം. കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം yes ആണെങ്കിൽ yes കൊടുക്കുക, no ആണെങ്കിൽ no കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത ചോദ്യം വരും. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാൽ അവസാനമായി നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ കഴിയും. സ്വന്തമായി കാറുള്ളവർ, സർക്കാർ ജോലിയുള്ളവർ, കൂടുതൽ ഭൂമി സ്വന്തമായുള്ളവർ, വലിയ വരുമാനമുള്ളവർ ഇവർക്കൊന്നും സാധാരണയായി എലിജിബിലിറ്റി ലഭിക്കാറില്ല. ഈ പദ്ധതിയിൽ നിന്നും എത്ര രൂപയാണ് സഹായമായി ലഭിക്കുക? PMAY പദ്ധതിയിൽ സാധാരണയായി ഘട്ടം ഘട്ടമായാണ് സഹായം ലഭിക്കുക. ലഭിക്കുന്ന എമൗണ്ട് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിരിക്കും. സംസ്ഥാന സർക്കാരുകൾ വഹിക്കുന്ന വിഹിതത്തെ ആശ്രയിച്ചിരിക്കും ആ വ്യത്യാസം. കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നതിനാൽ പൊതുവിഭാഗത്തിനും SC വിഭാഗത്തിനും 4 ലക്ഷം രൂപയാണ് ആകെ ലഭിക്കുക. ST വിഭാഗത്തിനാണെങ്കിൽ 6 ലക്ഷം രൂപ ലഭിക്കും. കൂടാതെ വേസ്റ്റ് കുഴി നിർമ്മാണത്തിനുള്ള 20,000 രൂപ ലഭിക്കും. 90 ദിവസത്തോളമുള്ള തൊഴിലുറപ്പ് കൂലിയും ലഭിക്കും. പുതിയ അപേക്ഷ എപ്പോൾ നൽകാം, എങ്ങനെ നൽകാം എന്നൊക്കെ പറയാം.
ഇതിനു മുമ്പ് ആവാസ് പ്ലസ് ആപ്പ് വഴിയാണ് പുതിയ അപേക്ഷയ്ക്കുള്ള സെൽഫ് സർവേ നടന്നിട്ടുള്ളത്. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി പുതിയ ആവാസ് പ്ലസ് സർവേകളോ അല്ലെങ്കിൽ വിട്ടുപോയവരെ കണ്ടെത്താനുള്ള പുതിയ സർവേകളോ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ പുതിയതായി അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആവാസ് പ്ലസ് സർവേ നടത്തേണ്ടി വരും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമെങ്കിൽ കാണാവുന്നതാണ്. ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയില്ല എന്നോർത്ത് അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരു വഴി കൂടിയുണ്ട്. കേരളത്തിൽ PMAY നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് എന്നതുകൊണ്ട് ലൈഫ് മിഷന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. വീടില്ലാത്തവർ, കുടിലിൽ താമസിക്കുന്നവർ, പഴയ അപേക്ഷ റിജക്റ്റ് ചെയ്തവർ എന്നിവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി ഭവന പദ്ധതി അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്ത് വഴിയോ അക്ഷയ സെന്ററുകൾ വഴിയോ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഭൂമിയുടെ നികുതി രസീറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ എന്നിവ സഹിതം അപേക്ഷിക്കുക. ഇനി PMAYയിലേക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് അവരുടെ പേര് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഇനി പറയുന്ന പ്രകാരമാണ്. ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി PMAYയുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം മുകൾ ഭാഗത്തായി കാണുന്ന മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറെ ഓപ്ഷൻസ് കാണാം. അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന ഓപ്ഷനിൽ തൊടുക. വീണ്ടും കുറെ ഓപ്ഷൻസ് തെളിയും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ, അതായത് IAY ഓർ PMAYG ബെനിഫിഷ്യറി എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കും. അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ ആ കോളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ചയുടെ ഉത്തരം കൂടി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ സ്ക്രീനിൽ തെളിഞ്ഞു വരും. ഇനി നിങ്ങളുടെ കയ്യിൽ രജിസ്ട്രേഷൻ നമ്പർ ഇല്ല എന്നാണെങ്കിൽ വേറെ വഴിയുണ്ട്. ഇവിടെ തന്നെയുള്ള ആവാസ് സോഫ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന 3 ഓപ്ഷനുകളിൽ റിപ്പോർട്ട് എന്നതിൽ ടച്ച് ചെയ്താൽ പുതിയ പേജ് തുറന്നു വരും. പേജ് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക. താഴ്ഭാഗത്തായി സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന ടൈറ്റിൽ കാണാം. അതിന് താഴെയായി ഒന്നാമത്തെ ഓപ്ഷനായ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഫോർ വെരിഫിക്കേഷൻ എന്നും കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റും ജില്ലയും എല്ലാം സെലക്ട് ചെയ്യാനുള്ള പേജ് തുറന്നു വരും. സ്റ്റേറ്റ് എന്ന സെലക്ട് ബട്ടണിൽ ടച്ച് ചെയ്താൽ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് വരും. അതിൽ നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക. ശേഷം താഴെയായി അതുപോലെ ഓരോ ബട്ടണിലും ക്ലിക്ക് ചെയ്ത് ജില്ല, ബ്ലോക്ക്, പഞ്ചായത്ത് എന്നിവ തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഏത് വർഷത്തെ ലിസ്റ്റാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം അടുത്ത സെലക്ട് ബട്ടണിൽ ടച്ച് ചെയ്താൽ പദ്ധതികളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്ന് ഒന്നാമത്തെ ഓപ്ഷനായ പ്രധാനമന്ത്രി ആവാസ് യോജന സെലക്ട് ചെയ്യുക. ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ താഴെയായി ബെനിഫിഷ്യറി ലിസ്റ്റ് കാണാം. ഇവിടെ കുറച്ച് പേരുകൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. മുഴുവൻ ലിസ്റ്റും കാണുന്നതിനായി ഡൗൺലോഡ് PDF എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ മുഴുവൻ ലിസ്റ്റും നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ ലിസ്റ്റുകൾ പരിശോധിച്ച് നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.